കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 12-ാം തീയതി, ജൂലൈ മാസം 12-ാം തീയതി 2026 എന്ന ഞായറാഴ്ച വീട്ടിലെ സഭ എന്ന നിലയിൽ നിങ്ങൾക്ക് പിന്നെയും കൂടി ഒരവസരം കൂടി കർത്താവ് നൽകി. എത്ര അവസരം കിട്ടുമെന്നൊന്നും നമുക്കറിയത്തില്ല. ഈ ലോകത്തിൻ്റെ ഗതിവിധികൾ അതുപോലെ പോയിക്കൊണ്ടിരിക്കുക. അതിവേഗം നാശത്തിലേക്ക് ലോകം മൂക്കുകുത്തുകയാണെന്ന് നമ്മൾ സംഭവങ്ങളെ വിലയിരുത്തുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമുക്കറിയാം, ഇപ്പോഴത്തെ പശ്ചാത്തലങ്ങൾ എല്ലാറ്റിനും വില കൂടിയിരിക്കുക. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും വിലക്കയറ്റം മനുഷ്യനെ കാർന്നു തന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. ഹോർമോൺസ് കടലെടുക്ക് ഇറാൻകാരടച്ചു. അത് അവരുടെ എന്തോ പറയുക, അനുസരണക്കേടെന്നല്ലാതെ എന്ത് പറയാനാണ്. കടലും ആകാശങ്ങളൊക്കെ ആർക്കും ദൈവം പതിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്തോത്രം, ഇത് മനുഷ്യൻ സ്വാർത്ഥന്മാരായി തീർന്നിരിക്കുക. മനുഷ്യർ സ്വാർത്ഥന്മാരായി മാറി. എൻ്റേത് എൻ്റേത് എൻ്റേത്, നമ്മുടേത് എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ഓരോ രാജ്യങ്ങളും അവരുടെ അതിരുകളും അതിൻ്റെ ഭരണാധികാരികളും അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങളും എല്ലാം അവരതിൽ ഒതുങ്ങിക്കൂടി അവരിങ്ങനെ കഴിയുക. എന്നാൽ ഇതൊക്കെ ദൈവത്തിൻ്റെതാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഈ അറേബ്യൻ രാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇസഹാക്ക്, ഇസ്മയേൽ, ഈ രണ്ട് സന്തതികളുടെ സന്തതി പരമ്പരകളാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും ആ പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത അനുഗ്രഹം. ഇസഹാക്കിൽ നിന്ന് 12 പേർ ഉത്ഭവിക്കും, ഗോത്രപിതാക്കന്മാരായി. അപ്പോൾ തന്നെ ദൈവം പറഞ്ഞു, ഇസ്മയേലിൽ നിന്നും 12 പ്രഭുക്കന്മാർ ഉത്ഭവിച്ചു വരും. അവരെയും ദൈവം അനുഗ്രഹിച്ചു. യഹൂദന്മാരെയും ദൈവം അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം കൂടിക്കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? തമ്മി തല്ലി ചത്തോണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഭൗതികം വർദ്ധിക്കുമ്പോൾ, നേട്ടങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ മനുഷ്യരൊക്കെയും എന്താ പറയുക, സെൽഫിഷുള്ളവരായി തീരുക, സ്വാർത്ഥന്മാരായി തീരുന്നു, അക്രമാസക്തരായി തീരുന്നു, അഹങ്കാരികളായി തീരുന്നു. ഉണ്ടോ വചനം? ധനനിമിത്തം ഹൃദയം നിഗളിച്ചു, സൗന്ദര്യ നിമിത്തം ഹൃദയം നിഗളിച്ചു, പിന്നെ അറിവ് നിമിത്തം ഹൃദയം നിഗളിച്ചു. 3 നിലയിലുള്ള നിഗളത്തെക്കുറിച്ച് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളത് നന്നായിട്ട് പഠിച്ചാൽ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഈ അറിവ് വർദ്ധിക്കുമ്പോൾ, ധനം വർദ്ധിക്കുമ്പോൾ, സൗന്ദര്യം വർദ്ധിക്കുമ്പോൾ മനുഷ്യർ അഹങ്കാരികളാകുക. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, നിന്റെ ഹൃദയം ധനനിമിത്തം ഗർവിച്ചിരിക്കുന്നു. വേറൊരു വിഷയവുമായിട്ട് അതാണ് സംസാരിക്കുന്നതെങ്കിലും മാനവജാതിയുടെ മേലുള്ളൊരു ദൂത് തന്നെയായത്. ധനനിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നു. എൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. കൊരിന്ത്യലേഖനം 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം വായിക്കുമ്പോൾ അറിവ് ചീർപ്പിക്കുന്നു, ഗർവ്, നിഗളം. നമ്മുടെ പാസ്റ്റർമാർക്ക് പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ എത്രത്തോളം അറിവ് നേടാമോ, എത്രത്തോളം ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാമോ അത്രത്തോളം അവർ ഗ്രഹിക്കുക, പഠിക്കുക, പഠിച്ച് ചീർത്ത് പോയി. ഒരു ചോദ്യം, പത്രോസിന് എന്തറിവുണ്ടായിരുന്നു? പത്രോസിൻ്റെ ലേഖനം 2-ാം ലേഖനം 1-ാം അധ്യായമാണ് നമ്മൾ ഇന്നത്തെ പഠന വിഷയം. പത്രോസിന് എന്തറിവുണ്ടായിരുന്നു?
യോഹന്നാൻ, യാക്കോബ്, യൂദ, അന്ത്രയോസ് അവർക്കൊക്കെ എന്തറിവുണ്ടായിരുന്നു? തവട തൂണുകളായി എണ്ണപ്പെട്ട പത്രോസ്, യോഹന്നാൻ, യാക്കോബ് അവർക്ക് എന്തറിവുണ്ടായിരുന്നു? അവരുടെ അറിവുകൾ പരിമിതമായിരുന്നു. അവർക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളൊന്ന് ഉറച്ചു വായിച്ച്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വചനം തന്നെ നമുക്ക് അതിന് മറുപടി തരട്ടെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അധികം പറ്റായിപ്പോയി. സ്തോത്രം, സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ. ആ ആ ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരേറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ പോഷന്മാരെ, പോഷത്വമായത് പോഷന്മാർ തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനന്മാരെ, അതിനുണ്ട് ബലഹീനമായതെന്ന് പറയുമ്പോൾ ബലഹീനന്മാരെ, പോഷത്വമായതെന്ന് പറയുമ്പോൾ പോഷന്മാരെ. അടുത്ത് ഉള്ളതിനെ. യഹൂദമതം പ്രബലപ്പെട്ട് നിൽക്കുന്നു, റോമറ സാമ്യം പ്രബലപ്പെട്ട് നിൽക്കുന്ന കാലം. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായവരെ, ഏതുമില്ലാത്തവരെ, നിസ്സാരന്മാരെ, ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ ഇവിടെയും വന്നുവല്ലോ എന്ന് പറയുമ്പോൾ ആരാ ഈ കീഴ്മേൽ മറിച്ചത്? പത്രോസ്, യോഹന്നാൻ, യാക്കോബും പൗലോസും ഒക്കെയാണ്. അവരെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാത്ത വലിയ വലിയ ഇന്നത്തെ ജ്ഞാനികളെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. കൂടെ നടന്ന് ചാള പിടിച്ച് കിടന്ന പത്രോസിനെ കുറിച്ചും യോഹന്നാനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചാണ് പറഞ്ഞത്. ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ. ഇനി പൗലോസോ, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രയും നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങൾ വന്നപ്പോൾ എനിക്കെന്തുണ്ടായി? വചനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വൈഭവം ഇല്ലായിരുന്നു. ക്രിസ്തുവിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ പൗലോസും നിസ്സാരന്മാരായ ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരോടൊപ്പം അടിയപ്പെടുക. വലിയ ജ്ഞാനി, വലിയ സ്കോളറ്, ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ നിന്ന് വചനം പഠിച്ചവൻ, വലിയ ധനാഢ്യൻ, ന്യായപ്രമാണം മുഴുതാരി കീറി പഠിച്ച് എന്തുകൊണ്ടും ആരോടും തർക്കിക്കാനും വാദിക്കാനും കഴിവുള്ള അതിശ്രേഷ്ഠനായ പൗലോസ്. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, കർത്താവ് കഴിഞ്ഞാൽ പിന്നെ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ കഥാപാത്രം അപ്പോസ്തലനായ പൗലോസാണ്. പുതിയ നിയമം പഠിക്കും. അത് കഴിഞ്ഞിട്ടേ പിന്നെ ആളുള്ളൂ. ആ പുള്ളിയാണ് നമ്മൾ മുമ്പ് പഠിച്ചത്. ഞാനൊരു ചാവിള്ളയാണ്, ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം. ഞാനൊരു ചാവിള്ളയാണ്, മാസം തികയുന്നതിന് പ്രസവിച്ച് വീണ ഒരു മാംസകഷ്ണമാണ് ഞാനൊന്നുമില്ല. ഞാനാകുന്നത് കൃപയാൽ. എന്നോടുകൂടിയുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതില്ല. എല്ലാവരെക്കാളും കൂടുതൽ ഞാൻ അധ്വാനിച്ചു, ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവകൃപ എത്രേ. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ പൗലൂസിനേക്കാളും വലിയ ആളൊന്നും നമ്മൾ ആരും ചമയാൻ തുനിയണ്ട. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലൂസ് പറഞ്ഞ, പൗലൂസ് ആര്, കേഫ ആര്, അപ്പല്ലോസ് ആര്? ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു. വളരുമാറാക്കുന്നവനത്രേ, നടന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ലെന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാർ കൂടെ നടന്ന് ദർശനത്തിലൂടെ ഉപദേശം പ്രാപിച്ച പൗലോസും കൂടെ നടന്ന് വചനങ്ങൾ ഏറ്റെടുത്ത ശിഷ്യന്മാരും ഏതുമില്ലെന്ന് അവരെ തന്നെ പറയുമ്പോൾ നമ്മളിവിടെ ആരോ ആണെന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ അക്രമമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനുസരണക്കേടാണ്, അഹങ്കാരത്തിൻ്റെ വാക്കുകളാണ്. അതുള്ളതെല്ലാം കളയണം. നമ്മൾ ദൈവസന്നിധി താണിരിക്കണം. കർത്താവിൻ്റെ ദാസൻ താണിരുന്നോണം. മറ്റുള്ളവരുടെ കാല് കഴുകാനുള്ള മനസ്സുണ്ടാകണം. സ്തോത്രം. ഇന്നിപ്പോൾ കാല് വാരലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് കാല് വാരുന്നത്, അല്ല കാല് കഴുകുന്നത്? സ്തോത്രം. പോട്ടെ. അപ്പോൾ ഇവിടെ ഈ ആ വായിച്ച ഭാഗം കുറച്ചുകൂടി വായിക്കുക. ബാക്കി കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ. അതല്ല, ബാക്കി അതിന് വായിച്ച് നിർത്തിയല്ലേ. അതതിൻ്റെ കാര്യം. ഒരു ജഡവും പ്രശംസിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. എനിക്ക് കുറേ അറിവുണ്ട്, എനിക്ക് കുറേ വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് കുറേ ധനമുണ്ട്, എനിക്ക് കുറേ കസേര, കുറേ കുറേ ഡിഗ്രി ഉണ്ട്, കുറേ സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞാൻ പ്രസിഡന്റ്, സെക്രട്ടറി, അസോസിയേഷൻ പ്രസിഡന്റ്, അങ്ങനെ ഇങ്ങനെ. എന്നാണ് ഒരാളെ മരിച്ചുപോയി.
അദ്ദേഹത്തെക്കുറിച്ച് ഈ ലോകം കൊടുത്ത ബഹുമതിയിൽ ഒരു 10-25 സ്ഥാനമാനങ്ങൾ ആ വ്യക്തി അലങ്കരിക്കുക. മരിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ പോയില്ലേ? ഈ സ്ഥാനമാനങ്ങൾ വഹിച്ചവരൊക്കെ എവിടെ പോയി? കേരളത്തിലെ ഏറ്റവും വലിയൊരു ഗായിക മരിച്ചു, നിങ്ങൾ കേട്ടല്ലോ. അവരെക്കുറിച്ച് പറയുന്ന വാക്കുകൾ കേട്ടാൽ ലെജൻഡ്, സംഗീത ചക്രവർത്തി. ഇപ്പോൾ അവിടെ എങ്ങനെയായിരിക്കുന്നു? ഈ പ്രസന്റ് സമയത്ത് അവരെവിടെ? അതാണ് ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ടത്. അലക്സാണ്ടറും മുസോളനിയും പിന്നെ അങ്ങനെ വലിയ വലിയ ലോകത്തെ കിടുകിട ഉറപ്പിച്ച മനുഷ്യരൊക്കെ ഇപ്പോഴെവിടെ? ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ അതിനെക്കുറിച്ച്? ചില മനുഷ്യരെ കുറിച്ചൊക്കെ പറയുന്നത് നികത്താനാവാത്ത ഇവിടെ വന്നാ പറയും. ഒരു പാസ് മരിച്ചപ്പോൾ പകരക്കാരനില്ലാത്ത അമരക്കാരൻ. ഞാൻ അങ്ങോട്ടൊന്നും കൂടുതൽ പോകുന്നില്ല. ഇതൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. നമ്മൾ ദൈവസന്നിധി താണിരിക്കണം. പൗലോസിനെ പോലെ ഒരു പൊട്ടനെ പോലെ ദൈവസന്നിധി ഇരിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചു കഴിയുമ്പോൾ, ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ, ആ ആത്മാവിലാണ് നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് നമ്മൾ ദൈവവചനം പ്രസംഗിക്കുന്നത്, ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നത്. ഇന്നത്തെ ആത്മീയ ഗോളം ജീർണിച്ചു കിടക്കുന്നതിൻ്റെ കാരണം ബുദ്ധിയിലുള്ള ശുശ്രൂഷകളാണ്. വലിയ കഴിവുണ്ടെന്ന് പലരും തെളിയിക്കുക ചെയ്യും. സ്തോത്രം. കൊരിന്ത്യ ലേഖനത്തിൽ പറയുമ്പോൾ വാക്സാമർത്ഥ്യത്തോടെ പ്രസംഗിച്ചാൽ എന്താ സംഭവിക്കുക? വാക്സാമർത്ഥ്യത്തോടെ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു വലിയ കാര്യം ഇവിടെ സംഭവിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? ക്രൂശ് വ്യർത്ഥമായി പോവുക. അതാരും മനസ്സിലാക്കുന്നില്ല. വലിയ വാക്സാമർത്ഥ്യമുള്ളവരൊക്കെ വചനം പ്രസംഗിക്കുമ്പോഴാണ്. വായിക്കാം 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. സ്നാനം കഴിപ്പിക്കാനല്ല, സുവിശേഷം അറിയിപ്പാനത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാനും. അല്ലോ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പക്ഷേ രക്ഷിക്കപ്പെടും നമുക്ക് ദൈവശക്തി. നമ്മൾ വചനം വിളിച്ച് പറഞ്ഞാൽ മതി, നമ്മൾ വചനം പ്രസംഗിച്ചാൽ മതി. ആ വചനത്തിന് ശക്തിയുണ്ട്, ആ വചനത്തിന് പവറുണ്ട്. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ. ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് ഈ ലേഖനങ്ങൾ, സുവിശേഷങ്ങൾ, ലേഖനങ്ങൾ. ഇതെല്ലാം ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം. ഞാൻ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. 1 കൊരിന്ത്യർ 14-37 വാക്യം. അങ്ങനെ അറിയുന്നില്ലെങ്കിൽ ഞാൻ അറിയാതിരിക്കട്ടെ. അപ്പം ദൈവകൽപ്പനയാണ് ഈ ലേഖനങ്ങൾ, ദൈവസഭയുടെ ഉപദേശങ്ങളാണ്, പ്രമാണങ്ങളാണ്. വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളാണിത്. ഇത് വെച്ച് നമ്മൾ അമ്മാനമാടരുത്. ഈ പ്രമാണങ്ങൾ വായിച്ച് പഠിച്ച് അനുസരിച്ച് അത് ആത്മാവിൽ പ്രസംഗിക്കുക, സഭയെ ഒരുക്കി നിർത്തുക, ദൈവവചനം കൊണ്ട് സഭയെ പോഷിപ്പിക്കുക, ക്രിസ്തുവിൻ്റെ സമൃദ്ധമായ പ്രായത്തിൻ്റെ അളവിലേക്ക് സഭയെ നടത്തുക. ഇവിടെ പ്രസംഗിച്ച് കാശുണ്ടാക്കാനും, പ്രസംഗിച്ച് കുടുംബം നടത്താനും, പ്രസംഗിച്ച് കാറ് മേടിക്കാനും, വീട് മേടിക്കാനും, പ്രസംഗിച്ച് ഒരു ജോലി എന്ന പോലെയാണ് സുവിശേഷ വില മാറ്റപ്പെട്ടു എന്ന് ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു. ധനസമ്പാദനം ആയി സുവിശേഷ വില മാറി. ശരിയല്ലേ? ഒരു 95% അത് തന്നെയല്ലേ? ഒരു ചെറിയ ന്യൂനപക്ഷമല്ലേ ഉള്ളൂ വചനം പ്രസംഗിച്ച് നിത്യതയ്ക്ക് വേണ്ടി ജനത്തെ ഒരുക്കുന്നവരെ. നമുക്ക് പറ്റിയ മൂല്യച്ഛേദി എന്താണെന്ന് നമ്മൾ സ്വന്തം മനസ്സിലാക്കുക. യുദ്ധങ്ങളൊക്കെ ഇനിയും നടക്കും. ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത പോലെ ലോകത്തിൻ്റെ കാര്യങ്ങൾ പോകും. ട്രംപിന് വധഭീഷണി. സ്തോത്രം. എത്രയോ നേതാക്കന്മാരെ സ്തോത്രം ലോകത്തു നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. യെരമ്യാപ്രവചനം 7-ാം അധ്യായത്തിൻ്റെ യെശയ്യാവ് 19:10 ഒന്ന് വായിച്ചേ. യെശയ്യാവ് 19:10. യെശയ്യാപ്രവചനം 19-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ഒരു വലിയ പ്രവചന വാക്യമാണത്. ആ വാക്യം എന്താണെന്ന് വായിച്ചു. യെശയ്യാവ് 19:10 കിട്ടിയില്ല. യെശയ്യാപ്രവചനം 19-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം.
ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. വചനം പറഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് വായിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഒരു മണിക്കൂറായാലും ഒരു വചനം കിട്ടത്തില്ല. ആ 19:10 ഇങ്ങനെയാ പറയുന്നത്. സ്തോത്രം. രാജ്യത്തിൻ്റെ തൂണുകളായിരിക്കുന്നവർ തകർന്നു പോകും. ഇതോ രാജ്യത്തിൻ്റെ തൂണുകളായിരിക്കുന്നവർ സ്തോത്രം തകർന്നു പോകും. എന്താ എൻ്റെ അർത്ഥം? ഇപ്പോൾ നമ്മുടെ ഇന്ദിരാഗാന്ധി, ഗാന്ധിയുടെ മോനായ രാജീവ് ഗാന്ധി, ഇവരൊക്കെ തകർന്നു പോവുകയല്ലേ ചെയ്ത് ബോംബിങ്ങിലെ. ഖൊമൈനിയും കൂട്ടരും 48 പേര് തകർന്നു പോവുക ചെയ്ത്, മരിക്കുകയല്ലേ ഇത്. ചിന്നിച്ചിതറി അവരുടെ ബോഡിയെല്ലാം എന്തായി. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തകർന്നു പോകുമെന്ന് BC എഴുതിയ പ്രവചനമാണ്. BC 550-600 എഴുതിയ പ്രവചനമാണ് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എത്ര എണ്ണം തകരാൻ കിടക്കുന്നു ആർക്കറിയാം. ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ, ലോകത്ത് നടക്കുന്ന മരണങ്ങൾ, ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ ഒന്നും യാദൃച്ഛികമല്ല ദൈവമക്കളെ. ഇതെല്ലാം പ്രവചന നിവൃത്തികളാണ്. യെശയ്യാവ്, യെരമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ഹോശേ മുതൽ മലാഖി വരെയുള്ള പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന പ്രാവചനിക നിവൃത്തികളാണ് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് യാദൃച്ഛികമല്ല. യാദൃശ്യമായിട്ടുള്ളൊന്നും സംഭവിക്കുന്നില്ല. എല്ലാം വചനത്തിൻ്റെ നിവൃത്തിയാണ്. ദൈവവചനത്തിൻ്റെ നിവൃത്തിയാണ്. ദൈവവചനത്തിൻ്റെ നിവൃത്തികളാണ് മനുഷ്യന്. അതിൻ്റെ ഇരകളാണ് മനുഷ്യരെ. ഒരു യുദ്ധം നടന്നാൽ അതിൻ്റെ പിന്നിലും ദിവ്യോദ്ദേശമുണ്ട്. ഈ യുദ്ധങ്ങൾ ഇങ്ങനെ നടന്ന് അവസാനം ഇസ്രയേലിനെതിരെ ഗോഗുമാഗോഗിൻ്റെ നേതൃത്വത്തിൽ യെഹെസ്കേൽ 38-39 വചനത്തിൻ്റെ ആ അരുളപ്പാടുകൾ പ്രകാരം ഘോരമായൊരു യുദ്ധം നടക്കും. ആ യുദ്ധം ഇസ്രയേല് പ്രാരംഭത്തിൽ പരാജയപ്പെടുമെങ്കിലും ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. 3-2 നശിക്കും. പിന്നീട് ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇസ്രയേൽ പർവ്വത നിരകളിൽ വരുന്ന ഒരു വ്യക്തി പോലും തിരിച്ചു പോകാതെ ഗോഗുമാഗോഗിന് ഞാൻ ഇസ്രയേലിൽ ഒരു ശ്മശാന ഭൂമി ഒരുക്കുമെന്ന് പ്രവാചകൻ പ്രവചിച്ചിരിക്കുക. അതൊക്കെ വായിക്കുമ്പോൾ എത്ര മനോഹരമാണ്. അതൊക്കെ വായിക്കുമ്പോൾ എത്ര സന്തോഷമാണ് നമുക്ക്. കാരണം ദൈവമേ, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വചനത്തിൽ എഴുതി വെച്ചിരിക്കുക. നമ്മളിതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ക്രിസ്തുജീവിതം നയിക്കുക. സ്തോത്രം. ഈയിടയ്ക്ക് പറയുന്നു യഹൂദൻ ദേവാലയം പണിയാൻ പോകുന്നു. പലർക്കും അത് അറിയാവുന്ന കാര്യങ്ങളാണ്. പണിയാനുള്ള കല്ലുകളെല്ലാം അടുക്കി വെച്ചിരിക്കുക, കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുക. ഇന്നിപ്പോൾ അവിടെ മുസ്ലിങ്ങളുടെ ദേവാലയം നിൽക്കുക. അത് പൊളിച്ചിട്ട് യെരുശലേമിൻ്റെ കാലഘട്ടത്ത് യെരുശലേം ദേവാലയം, തകർക്കപ്പെട്ട ദേവാലയം പുതുക്കി പണിയാൻ പോകും. പുതുക്കി പണിയല്ല, പുതിയ ദേവാലയം അവിടെ ഉയരും. അതേ സ്ഥാനത്ത് ഉയരും. അത് യെരുശലേമിൻ്റെ ഒത്താശയോടുകൂടി യഹൂദൻ പണിയുമെന്നാണ് വചനത്തിൽ കാണുന്നത്. ആ ദേവാലയം പണിയുന്നതിന് മുൻപ് സഭയാം ദേവാലയം ഇവിടെ നിന്ന് മാറ്റപ്പെടും. 2 ദേവാലയം, സഭയാം ദേവാലയം, ഇസ്രയേൽ മക്കളുടെ ദേവാലയം, 2 ദേവാലയം ഒരുമിച്ച് ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. പണ്ടൊക്കെ അത് പ്രസംഗിക്കുമായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെയുള്ള പ്രസംഗങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാം കിട്ടിപ്പോലുള്ള പ്രസംഗങ്ങളല്ലേ. കടം മാറ്റുന്നു, കഷ്ടത മാറുന്നു, ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങൾ വാരിക്കോരി കൂട്ടാനുള്ള പ്രസംഗങ്ങളല്ലേ. ഇങ്ങനെയുള്ള പ്രസംഗങ്ങളില്ലല്ലോ. സഭയാം ദേവാലയം, സ്തോത്രം, പണി നടന്നുകൊണ്ടിരിക്കുക. യെരുശലേം ദേവാലയം പണി തുടങ്ങുന്നതിന് മുൻപ് സഭയാം ദേവാലയം പണിത് ജാതികളുടെ സ്തോത്രം പൂർണ്ണസംഖ്യ തികഞ്ഞു കഴിയുമ്പോൾ അവസാനത്തെ കല്ല് മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് പണിത് രൂപാന്തരം പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കഴിയുമ്പോൾ ആ കല്ലുകളെ കർത്താവ് വന്ന് ചേർക്കുകയും അതിനുശേഷം 7 വർഷത്തെ മഹോദരകാലം ആ സമയത്ത് യഹൂദൻ്റെ ദേവാലയം യെരുശലേമിൻ്റെ ഒത്താശയോടുകൂടി പണിയാനിടയായിത്തീരും. യഹൂദൻ വലിയ സന്തോഷത്തിലാകും. ഞങ്ങൾക്ക് ദേവാലയം പണിയാൻ ഈ പിശാച് ഞങ്ങൾക്ക് അനുവാദം തന്നല്ലോ. ആദ്യം അറിയത്തില്ല. സ്വന്തമായിലേക്ക് വന്ന് സ്വന്തമായവനെ കൈക്കൊണ്ടില്ല. കർത്താവ് അവരെ രക്ഷിക്കാൻ വന്നിട്ട് അവരെടുത്ത് ദൂരെ കളഞ്ഞു. അത് മുഖാന്തരം അനുഭവിച്ച കഷ്ടതകളാണ് യഹൂദൻ്റെ കഷ്ടതകൾ മുഴുവൻ. നമുക്കറിയാവുന്ന കാര്യമാണ്.
സ്തോത്രം. എന്നാൽ വേഷം മാറി വരുന്ന ഇവനെ യഹൂദൻ തിരിച്ചറിയാതെ ദേവാലയം പണിയെല്ലാം കഴിഞ്ഞ് അവൻ്റെ വിഗ്രഹം കൊണ്ട് വയ്ക്കുമ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത്, അയ്യോ ഇതാൾ മാറിപ്പോയി. അതുപോലെ നമുക്ക് പലർക്കും കർത്താവ് ഏത് യേശുക്രിസ്തു ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുക. സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞേ എന്ത് ചെയ്യത്തുള്ളൂ? യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടത്തുള്ളൂ. ഇപ്പോൾ കുറച്ച് പേരങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അവരോട് വാദിക്കാനും തർക്കിക്കാനൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ അങ്ങ് പൊക്കോ. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം ഉള്ള സമയത്ത് നിങ്ങൾ അങ്ങ് രക്ഷപ്പെടാൻ പറ്റുമോ? നിങ്ങൾ രക്ഷപ്പെട്ടു. അതിന് മുമ്പായിട്ട് പോകാനാണ് വചനം പറയുന്നതെങ്കിൽ അങ്ങനെ പോകാനാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അതിൻ്റെ വചനങ്ങളും പഠനങ്ങളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മനസ്സിലാക്കിയത്തോളം അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. തടുക്കുന്നവൻ വഴിയിൽ നീങ്ങിപ്പോകാൻ മാത്രം വേണം. അതാ നീങ്ങിപ്പോകുമ്പോൾ അധർമ്മമൂർത്തി ശക്തിയോടെ വെളിപ്പെട്ട് വരും. പൗലൂസ് തെസ്സലോനിക്ക ലേഖനത്തിൽ മനോഹരമായി അത് പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേക വാക്യങ്ങൾ ക്രോഡീകരിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. അതിനെയൊക്കെ ഇന്നത്തെ ദുരുപദേഷകന്മാരും കള്ളപ്രവാചകന്മാരും ആ വചനത്തെയൊക്കെ മറിച്ച് കളഞ്ഞ് കൂട്ടിച്ചേർത്ത് ഒക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അവരോട് തർക്കിക്കാനും വാദിക്കാനൊന്നും നേരമില്ല. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് സഭ മാറ്റപ്പെട്ടതിന് ശേഷമാണ് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുക. കാരണം സഭ ആരാ? ക്രിസ്തുവിൻ്റെ ശരീരമാ, കർത്താവിൻ്റെ മണവാട്ടിയാ, ദൈവം വസിക്കുന്ന മന്ദിരമാ. ആ മന്ദിരത്തെ ഇവിടെ ഇട്ട് തകർക്കാനായിട്ട് ഒരിക്കലും സമ്മതിക്കത്തില്ല ദൈവം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തുവിൻ്റെ കാലത്തുള്ള കഷ്ടങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെങ്ങോട്ട് പോകുന്നില്ല. ഒരു വിശ്വാസിക്ക്, ഒരു ദൈവത്തിന് എപ്പോഴും കഷ്ടപ്പാടുകളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്. അനേക കഷ്ടങ്ങളിലൂടെയാണ് ദൈവരാജ്യത്തിൽ കിടക്കുന്നത്. ക്രിസ്തുയേശുവിൽ ഭയത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുക, ബുദ്ധിമുട്ടുണ്ടാവും, ഉപദ്രവം ഉണ്ടാവും. അതെല്ലാം കൂടി മഹോദരമാണെന്ന് കൂട്ടി വെച്ചാൽ അത് വചനവിരുദ്ധമായി മാറും. ഞാനതിലേക്ക് പോകുന്നില്ല. എൻ്റെ വിഷയവും അതുമല്ല. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. ഇതെല്ലാം ഇവിടെ സംഭവിക്കും. രാജ്യത്തിൻ്റെ തൂണുകളായി രാജ്യത്തിൻ്റെ ഭരണാധികാരികളെല്ലാം തകർന്ന് തരിപ്പണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിമാർ തകർന്നു പോയി. പാകിസ്ഥാനിൽ തകർന്നു, ലോകത്തെമ്പാടും തകർന്നു, ഇനിയും തകരും മിക്കവാറും. ഇതൊന്നൊരു പുത്തിരിയല്ല, ഇതൊക്കെ സംഭവിക്കും. ആകയാൽ ഇവയെല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാനും മനുഷ്യപുത്രൻ്റെ മുൻപാകെ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പിൻ. അതാ ദൈവം നമ്മൾക്ക് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഞാൻ ആ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായമാണ് നമ്മുടെ പഠന വിഷയം. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം. പത്രോസ് ആരാ? ഒരു മുക്കുവന. എന്നാൽ കർത്താവ് പറഞ്ഞത്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരും. ഇന്ന് രാവിലെ ആ ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് വരാനിടയായി. അപ്പോൾ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം ആദ്യമായിട്ട് പത്രോസിൻ്റെ പ്രസംഗത്തിലൂടെയാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? പുതിയ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പഠനമാണ്. അതുവരെയും സ്വർഗരാജ്യ പ്രവേശനത്തിനുള്ള ഉപദേശങ്ങളോ പ്രമാണങ്ങളോ ആർക്കും ലഭിച്ചില്ല. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതാ 1 പത്രോസ് 1:12 വാക്യമാണ്. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമ ആരാധന, പുതിയ നിയമ വിഷയങ്ങൾ ദൈവദൂതന്മാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ഈ വചനത്തിൽ പറയുന്നത്. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നുവെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു? പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ പത്രോസ് ആത്മനിറവോടെ എഴുന്നേറ്റ് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം കേട്ട് വരുന്നവരാണ് പുതിയ നിയമസഭയുടെ ആദ്യത്തെ ഗ്രൂപ്പ്. അവരാണ് സ്വർഗത്ത് പോകാൻ യോഗ്യരായിട്ടുള്ളവർ. അവരാരാ? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോകുന്നവർ. അപ്പോൾ ഇനിയുള്ള സഭകളൊക്കെ എന്ത് ചെയ്യണം? ആ ഉപദേശം തന്നെ കേൾക്കണം. യാതൊരു സംശയമില്ല കാര്യത്തിൽ. അതിന് മാറ്റപ്പെടാൻ പാടില്ലാത്ത സനാതന പ്രമാണമാണ്, അതൊരു വ്യവസ്ഥയാണ്.
തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കണം. സ്തോത്രം. ഇതൊക്കെ ആഴത്തിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പത്രോസിൻ്റെ 2-ാം ലേഖനത്തിലേക്ക് വരികയാണ്. യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെയും ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഈ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു പറയുമ്പോൾ നമുക്ക് കർത്താവിനോടുള്ള വിശ്വാസം അല്ല ഇവിടെ പറയുന്നത്. യൂദയുടെ ലേഖനം 3-ാം വാക്യം ഒന്ന് വായിക്കാം. യൂദയുടെ ലേഖനം 3-ാം വാക്യം. ഇവിടെ ഈ പറയുന്നത് വിലയേറിയ വിശ്വാസം ലഭിച്ചവരെന്ന് പറയുന്നത് നമുക്കുള്ള വിശ്വാസത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വിലയേറിയ വിശ്വാസം ലഭിച്ചവർ. എന്താണ് ഈ വിലയേറിയ വിശ്വാസം? ആ ആ വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. അത് വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണം. യൂദയുടെ വാക്യം ലേഖനം 3-ാം വാക്യമാണ് ആ വാക്യം. വിശ്വാസ പ്രമാണത്തെയാണ് അവിടെ കാണിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന വിശ്വാസം എന്ന ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്ന അതല്ല. നമുക്ക് കർത്താവിനോടുള്ള വിശ്വാസമല്ലത്, വിശ്വാസ പ്രമാണത്തെയാണ് അവിടെ കാണിക്കുന്നത്. വിശ്വാസമെന്ന ദൈവ വ്യവസ്ഥയാണ് കാണിക്കുന്നത്, ഉപദേശത്തെയാണ് കാണിക്കുന്നത്. ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണത്തിന് വേണ്ടി പോരാടണം. ആ പ്രമാണത്തിൽ നിലനിന്ന് നിത്യത പ്രാപിക്കാൻ വേണ്ടി ലോകത്തോടും ജഡത്തോടും പിശാചിനോടും പോരാടണമെന്നാണ് പത്രോസ് പറയുന്നത്. അപ്പോൾ ചോദിക്കും, നമുക്കുള്ള വിശ്വാസം എന്താണ്? അതിനെക്കുറിച്ച് റോമാലേഖനം 12-ാം അധ്യായത്തിലെ 2-ാം വാക്യം 3-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഭാവിക്കേണ്ടതിന് മീതെ ഭവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമെണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോട് പറയുന്നു. ഓരോരുത്തരും നമുക്ക് ലഭിച്ച വിശ്വാസ പ്രമാണം 2-2. സുവിശേഷത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് കോമൺ സാൽവേഷൻ. എന്താണത്? പൊതുവിലുള്ള രക്ഷ. കർത്താവായ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് പ്രസംഗിച്ച് ഒരു പാപബോധമുണ്ടായി അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവബോധനായി തീരുന്ന സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗം. അത് കോമൺ സാൽവേഷൻ, എല്ലാവർക്കുമുള്ള രക്ഷ. എന്നാൽ അങ്ങനെ രക്ഷിക്കപ്പെട്ട് വരുന്നവരെ രക്ഷാപൂർത്തി പ്രാപിക്കാനായിട്ട് ദൈവസഭയുടെ ഉപദേശങ്ങൾ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന 2-ാം ഭാഗമാണ് ഉപദേശം. ഞാൻ ഇവിടെ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാനൊക്കെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊണ്ടു. അപ്പോൾ കർത്താവ് കൽപ്പിച്ച പ്രമാണങ്ങളെ ഉപദേശിച്ച് കർത്താവിൻ്റെ സമ്പ്രദായ പ്രായത്തിൽ അളവിലേക്ക് വിശ്വാസികളെ വളർത്തിയെടുത്ത് ആത്മീയ വളർച്ച, ആത്മീയ വർധനം, ആത്മീയ നിറവിലേക്ക് നടത്തി നിത്യതയ്ക്കേണ്ടി ഒരുക്കുന്ന ഉപദേശം പഠിപ്പിക്കുന്നതാണ് സുവിശേഷത്തിൻ്റെ 2-ാമത്തെ പാർട്ട്. 1-ാമത്തെ പാർട്ട് ഭാവിക്ക് വേണ്ടിയുള്ള ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുക, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുക. അതിലൂടെ അവർക്ക് പാപബോധം ഉണ്ടാകണം. അങ്ങനെ രക്ഷിക്കപ്പെട്ട് വരുന്നവരെ ഉപദേശം പഠിപ്പിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം. ഇത് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട പഠനങ്ങളാണ്. ഇങ്ങനെയുള്ള പഠനങ്ങളൊക്കെ വളരെ കുറവാണ്. വചനം ആഴത്തിൽ പഠിപ്പിക്കുന്ന പഠനങ്ങൾ വളരെ കുറവാണ്. എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്, പൊതുവൃത്തമായ നിലയിൽ ഇങ്ങനെ പഠിപ്പിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. പിതാക്കന്മാർ പഠിപ്പിച്ച പഠനങ്ങൾ ഇന്നും അറ്റുപോയിട്ടില്ലെന്ന് ദൈവമക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. അപ്പോൾ വിലയേറിയ വിശ്വാസം എന്നുള്ളത് നമ്മൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്: ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അപ്പോൾ ഈ കൃപയും സമാധാനവും വർദ്ധിക്കണം. അതെങ്ങനെയാണ് വർദ്ധിക്കേണ്ടത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്താൽ, ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ വേണം നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുവാൻ. കുറേ കൃപയുണ്ടെന്ന് പറഞ്ഞിട്ട് കഥയില്ല, കുറേ വചനജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കഥയില്ല. വചനത്തിൻ്റെ പരിജ്ഞാനമുണ്ടാകണം. പരിജ്ഞാനമില്ലായെങ്കിൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. സ്തോത്രം. അപ്പോൾ പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നമ്മൾ പ്രാപിച്ചെടുക്കണം. വലിയൊരു സബ്ജക്റ്റാണ്, ഞാനവിടെ നിൽക്കുന്നില്ല. അടുത്ത 3-ാം വാക്യം: തൻ്റെ മഹത്വത്താലും വീര്യത്താലും
നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പം ദൈവം നമുക്ക് എല്ലാം ദാനമായി ചെയ്ത് തന്നിരിക്കുക. സ്തോത്രം. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. അത് പ്രാപിച്ചെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. അത് പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞ രീതി തന്നെയാണ്. എന്താ? ആദ്യം അവൻ്റെ രാജ്യനീതി അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കിട്ടും. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തെടുക്കും, അതെല്ലാം കിട്ടും. കൂടുതൽ കിട്ടത്തില്ല. കൂടുതൽ കിട്ടിയാൽ കുഴഞ്ഞു പോകും. കൂടുതൽ കിട്ടിയവരൊക്കെ കുഴഞ്ഞു കിടക്കുക. ഇതൊന്നും ആരും പ്രസംഗിക്കത്തില്ല. കൂടുതൽ കിട്ടിയവർ കുഴഞ്ഞു കിടക്കുക. രക്ഷപ്പെടാൻ സാധ്യത കുറവാ. ഇതിന് നിക്ഷേപമുള്ളിടത്തതിൻ്റെ ഹൃദയം ഇരിക്കുന്ന കർത്താവാണ് പറഞ്ഞത്. കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും പുഴുവരിക്കുകയും തുരുമ്പെടുക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്ത, പുഴുവരിക്കാത്ത, തുരുമ്പെടുക്കാത്ത സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിലെ നിക്ഷേപം എന്താ? വിശ്വാസത്തിൽ സമ്പന്നരാകുക, പ്രത്യാശയുടെ സമൃദ്ധി, സന്തോഷ സമൃദ്ധി, നീതിയുടെയും കൃപാദാനത്തിൻ്റെയും സമൃദ്ധി, സകല വനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നത. ഇതാണ് ആത്മീക സമ്പത്ത്. ഇതാണ് സഭ കൈവിട്ട് കളഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ് നടക്കുക. മക്കൾക്കൊക്കെ ജോലിയായി, 4 ശമ്പളമായി, 5 ശമ്പളമായി, എല്ലാവരും വിദേശത്തായി, ഭൗതിക നന്മ കൊണ്ട് ദൈവം ഞങ്ങളെ നിറച്ചു എന്ന് പറഞ്ഞ് ബോധമില്ലാതെ പോകുന്ന ഒരു സമൂഹമായി പെന്തക്കോസ്ത് അധപ്പതിച്ചു പോയി. ഭൗതിക സമ്പത്ത് നേടിയവരൊക്കെ ഞാൻ പഠിച്ചു നോക്കിയിട്ട് തകർന്ന് തരിപ്പണമായ ചരിത്രമാണ് എനിക്ക് പറയാനുള്ളത്. എണ്ണി ഞാൻ പറയാം. നിങ്ങൾ എന്നെ ഫോൺ വിളിച്ച് ചോദിക്കും, ഇപ്പം പറയാൻ സമയമില്ല. ഭൗതിക സമ്പത്ത് നേടിയ ഭക്തന്മാരുടെ ജീവിതം നരകതുല്യമായി തീർന്നു. അവസാനം അവരെല്ലാം ദൈവകൃപ വിട്ട് സാത്താൻ്റെ സംഹാര താണ്ഡവത്തിൽ അവരെല്ലാം തകർന്നു പോയ ചരിത്രമാണ് ഞാൻ അനേകരെ പഠിച്ചെടുത്തിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ അവർ കിടന്ന് പ്രസംഗിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. യാതൊരു വിശേഷവുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. 3-ാം വാക്യം, ജീവനും ഭക്തിക്കും വേണ്ടതും